ഈ ഭരണം മാറിയിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റിന് ഉള്ളിലുള്ള ഫയലുകളും ചില സിസ്റ്റങ്ങളിലുള്ള രഹസ്യ വിവരങ്ങൾ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ നശിപ്പിക്കാനുള്ള ശ്രമം ഉദ്യോഗസ്ഥരിൽ നിന്നും ഉണ്ടാകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്ത് വരുന്നത്. എൻ പ്രശാന്ത് അത്തരത്തിലൊരു ഫേസ്ബുക്ക് കുറിപ്പും ഇട്ടിരിക്കുന്നു. അത്തരത്തിലൊരു സാധ്യത നിലവിൽ നിലനിൽക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഭരണം മാറുമ്പോൾ നേരത്തെ ചെയ്തു വെച്ച അഴിമതികൾ, കൊള്ളരുതായ്മകൾ മറയ്ക്കാനുള്ളൊരു ശ്രമം മുൻപ് ഭരിച്ചിരുന്ന ഭരണകൂടവും അവർക്ക് ഒത്താശയായി നിന്നിരുന്ന ഉദ്യോഗസ്ഥരും നടത്തുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ പ്രശാന്ത് ചൂണ്ടിക്കാണിച്ചുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന വാർത്ത എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റിലെ ഫയലുകൾ കത്തിച്ചു എന്നുള്ളത്. അതിനവർ പറയുന്നത് അത് കത്തിക്കേണ്ട ഫയലുകൾ തന്നെയാണ്, ഈ ഫയലുകൾ വേറെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ ഫയലുകളിലും ക്രമക്കേട് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ അങ്ങനെ നടത്തുന്ന ഉദ്യോഗസ്ഥരോട് പറയാനുള്ളത്, നിങ്ങളിനി എത്രയൊക്കെ ഫയലുകൾ നശിപ്പിച്ചാലും നിങ്ങൾ നടത്തിയിട്ടുള്ള കൊള്ളരുതായ്മകൾ, അഴിമതികൾ അത് പുതുതായി വരുന്ന സർക്കാർ കണ്ടെത്തുക തന്നെ ചെയ്യും. അതിൽ കൃത്യമായ നടപടി ഉണ്ടാകും. അതിന് കൂട്ടുനിൽക്കാൻ തയ്യാറാകുന്ന ഉദ്യോഗസ്ഥർ അവർക്കെതിരെയും നടപടി ഉണ്ടാകും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഫയലുകൾ നശിപ്പിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം. കാരണം ഇടതുപക്ഷ സർക്കാരിന് അനുകൂലമായിട്ടുള്ള ഉദ്യോഗസ്ഥർ മാത്രമല്ല ഈ പറയുന്ന ഭരണസിരാ കേന്ദ്രം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നത്. അവിടെ ഇപ്പോൾ അധികാരത്തിൽ എത്തിയിട്ടുള്ള പാർട്ടിക്ക് പിന്തുണ നൽകുന്ന ഉദ്യോഗസ്ഥരുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കാൻ വരുന്ന സർക്കാരിന് സാധിക്കും. അപ്പോൾ അങ്ങനെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ അതിനെതിരെയും നടപടി ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല.